പരീക്ഷ ഹാളിലാണ് നവീകരിക്കപ്പെട്ട ബൃഹത്തായ ഈ പരീക്ഷ ഹാളിൻ്റെ ബെഞ്ചിരിപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയത്. ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മുട്ടുചിറയിൽ തിരുക്കർമ്മങ്ങൾക്കായിട്ട് വരുന്ന അവസരങ്ങളിലെല്ലാം പള്ളി നിറയെ പരീക്ഷ ഹാൾ നിറയെ എല്ലാം ദൈവജനത്തെ കാണാൻ പറ്റുന്നു എന്ന വലിയൊരു സന്തോഷം ഞാൻ പലപ്പോഴും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് വിശേഷവിധിയായിട്ട് കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തും ഈ ഇടവകക്കാർ ഉണ്ട്. ഇതിൻ്റെ ബെഞ്ചിരിപ്പും ആദ്യം നടത്തിയത് ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലായിരുന്നു. ശില്പി പ്രിയപ്പെട്ട നെരുതൂക്കിൽ കുര്യാക്കോസ് ഇവിടെയുണ്ട്. വലിയ സംഭവമായിരുന്നു അത്. ബൃഹത്തായ ഒരു പരീക്ഷ ഹാളാണ്. ഞാനിവിടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആ മുഖവാക്കുകൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോർത്തത് ഞാൻ അവിടെ ഒന്ന് പെട്ടെന്ന് കുറിച്ച് വെച്ചു. റോമിൽ പോൾ ദി സിക്സ്ത് ഹാള് പൗലോസ് മാർപ്പാപ്പായുടെ പേരിലുള്ള ആ വലിയ ബൃഹത്തായ ഹാള് കണ്ടതുപോലെയാണ് എനിക്കിവിടെ വന്ന് കയറിയപ്പോൾ തോന്നിയത്. ഇതിൻ്റെ വലിപ്പവും ഭംഗിയും പുതുമയും തനിമയും എല്ലാം ആ തരത്തിൽ ആണ്. മുട്ടുചിറ കാത്തു സൂക്ഷിക്കുന്ന പ്രൗഢോജ്വലമായ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഒരു ഉറപ്പിക്കൽ കൂടിയാണ് ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇത്ര സൗന്ദര്യമുള്ള രീതിയിൽ നമുക്ക് പരീക്ഷ ഹാൾ അധികം നമ്മുടെ രൂപതയിൽ വേറെ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനുവേണ്ടി അധ്വാനിച്ച വികാരിയച്ഛനെയും കൊച്ചച്ഛന്മാരെയും വൈകാരിമാരെയും എല്ലാം ദൈവമായിട്ട് ഞാൻ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. നമുക്ക് ഈ വലിയ കൊറോണ കേന്ദ്രത്തിനും നമ്മുടെ രൂപതയ്ക്കും അയൽവക്ക രൂപതകൾക്കും ഇതൊരു സഹായമാണ്, ഇതൊരു പ്രോത്സാഹനമാണ്. അവരുടെയും ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കാൻ തക്കവണ്ണം ഇതിന് വലിപ്പവും ഭംഗിയും ഉണ്ട് എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷകരമായൊരു കാര്യമാണ്. ഇന്ന് 40-ാം വെള്ളിയാണ്. ദൈവാരാധനക്രമത്തിൽ നോമ്പുകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കഷ്ടാനുഭവ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് 40-ാം വെള്ളി. ഇത് ലാസറിൻ്റെ വെള്ളി എന്ന് എല്ലാ ക്രൈസ്തവ സഭകളിലും അറിയപ്പെടുന്നു. ലാസറിൻ്റെ വെള്ളി. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ വായനയും ലാസറിനെ ഈശോ ഉയർപ്പിക്കുന്നത് ആയിരുന്നല്ലോ. അത് സുവിശേഷം മുഴുവനും സംഗ്രഹിച്ചിരിക്കുന്ന ഒരു വേദപുസ്തക ഭാഗമാണ്. പീഡാനുഭവത്തിന് മുൻപ് ആ രഹസ്യം ശിഷ്യന്മാരെയും ജനസമൂഹത്തെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ നടത്തിയ വലിയൊരു അടയാളമാണ്, അത്ഭുതമാണ് ലാസറിൻ്റെ ഉയർപ്പ്. ലാസർ മരിച്ച് കഴിഞ്ഞ് കർത്താവ് ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ സഹോദരിമാർ പറഞ്ഞ കാര്യം നമുക്കറിയാം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്നുള്ള അത് അവരുടെ വലിയൊരു ബന്ധത്തിൻ്റെ അടയാളമാണ്. ഈശോ അറിഞ്ഞിരുന്നു രോഗിയാണെന്ന്, മരണപ്പെട്ടുവെന്നും
അറിഞ്ഞു. 2 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈശോ ലാസറിൻ്റെ വീട്ടിലും കല്ലറയിലും എത്തുന്നത്. നമുക്ക് ഒരുപക്ഷെ വിസ്മയം തോന്നും, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈശോ നമ്മെ പഠിപ്പിക്കാനുള്ള വലിയൊരു കാറ്റക്കേസിസ് നമുക്ക് നൽകിയാണ്. അവിടെ ചെന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ, കല്ലുകൾ എടുത്തു മാറ്റുക. ആരാണോ കല്ല് ഉരുട്ടി വെച്ചത് അവർ അത് എടുത്തു മാറ്റണം. ആരാണോ ലാസറിനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയത് അവർ ആ കെട്ടുകൾ അഴിക്കണം. അങ്ങനെയെല്ലാം കൽപ്പിച്ച് കണ്ണുകൾ ഉയർത്തി ദൈവപിതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. പൗരസ്ത്യ പിതാക്കന്മാർ പറയാറുണ്ട്, ഉച്ചത്തിൽ പറഞ്ഞു. കാരണം ആത്മാവ് പോയല്ലോ, ആത്മാവ് പോയി, അവിടെ അവശേഷിച്ചിരിക്കുന്ന ജഡമാണ്. ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്ത ആത്മാവ് തിരിച്ച് വന്ന് ലാസറിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കരുതുന്നത്, രക്ഷാകരമായ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നത് ഒരു മാജിക്കല്ല, ഒരു ടെക്നിക്കല്ല, ഒരു ഷോർട്ട് കട്ടുമല്ല. അതൊരു കാത്തിരിപ്പാണ്. നോക്കിപ്പാർത്തിരുന്ന് നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടേണ്ട ഒരു ദൈവാനുഭവമാണ്. ഈശോ 30 വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പരസ്യ ജീവിതത്തിന് വന്നത്. പരസ്യ ജീവിതത്തിന് വന്ന് മാമോദീസ കഴിഞ്ഞ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി മരുഭൂമിയിലേക്ക് പോയി. അവിടെ എല്ലാ പരീക്ഷണങ്ങളും ഈശോ ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടിയായിരുന്നു ആ കാലദൈർഘ്യം? 30 വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ആ ഒരു പരസ്യ ജീവിതം. പിന്നീട് വന്ന പരീക്ഷണങ്ങളിൽ അതിനെല്ലാം വിധേയപ്പെട്ട് സമയമെടുത്ത് അത് ചെയ്യുകയാണ്. അവിടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മളും ഇതുപോലെ ഓരോ കാര്യത്തിനും സമയമെടുത്ത് ഗ്രഹപാഠം ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി തിടുക്കം കൂട്ടാതെ ചെയ്യണം. നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛന്മാർ വലിയ കഷ്ടാനുഭവ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അത്ര എളുപ്പമല്ല. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ടെക്സ്റ്റുകൾ പഠിച്ച് കൃത്യതയോടുകൂടി ദേവാലയത്തിൽ വന്നാൽ അത് വ്യക്തമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനൊക്കെയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥന നമ്മൾ ചെല്ലണം, അതായിരിക്കില്ല അവിടെ ചൊല്ലേണ്ട പ്രാർത്ഥന. ഇപ്പം കർത്താവ് ഈ സമയം നമുക്ക് നൽകുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാനായിട്ട് ഷോർട്ട് കട്ടുകൾ നമ്മളെടുക്കരുത്. ലാസർ രോഗിയാണ്, ആയിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. മരിച്ചോ ആട്ടെ, ലാസർ അഴുകട്ടെ. കർത്താവ് അവിടെ ഒരു സമയമെടുക്കുകയാണ്. അയ്യോ രോഗിയാണോ, മരണപ്പെട്ടോ, എന്നാൽ ഇപ്പോൾ പോയേക്കാം, നമുക്ക് ബാക്കിയെല്ലാം വിട്ടേച്ച് പോകാം. ഒന്നും ചെയ്തില്ല. രോഗിയാണെന്ന് കേട്ടപ്പോഴും മരിച്ചെന്ന് കേട്ടപ്പോഴും ഈശോ അതിനെ സമചിത്തതയോടുകൂടി ഉള്ളിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. ടൂമ്പിൽ ചെന്നപ്പോൾ കരഞ്ഞു, വിലപിച്ചു. അത് അവിടെ നടക്കേണ്ട ആ കാര്യം ഈ ലോകത്തിൽ ഈശോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദൈവത്തോട് വിളിച്ച് അപേക്ഷിച്ച് ലാസറിൻ്റെ ജീവൻ തിരിച്ച്
നൽകണമെന്ന് വളരെ യാചനാപൂർവം കർത്താവ് അവിടെ അപേക്ഷിക്കുകയാണ്. നമ്മളതുകൊണ്ട് നമുക്ക് വേദനകളും പ്രയാസങ്ങളും എതിർപ്പുകളും സംഘർഷങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമുക്കൊരു രക്ഷയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. നമുക്കെല്ലാ കാര്യത്തിലും ട്രെയിനിങ് ആവശ്യമാണ്, ഗ്രഹപാഠം ആവശ്യമാണ്, സമചിത്തതയോടുകൂടിയുള്ള റിഫ്ലക്ഷൻസ് ആവശ്യമാണ്, അപ്രന്റീസ്ഷിപ്പ് ആവശ്യമാണ്. നമ്മൾ പഠിച്ച് ഒരുങ്ങി പ്രാക്ടീസ് എടുത്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാൻ. ആ ഒരു വലിയ കാര്യം ഈശോ ഈ അവസരത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ കർത്താവ് ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം കെട്ടുകൾ അഴിക്കുക. വരിഞ്ഞ് കെട്ടി നമുക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്തതുപോലെ തുണിക്കകത്ത് പൊതിഞ്ഞ് കല്ലറയിലിട്ട് കല്ല് വെച്ച് മൂടി കളഞ്ഞല്ലോ മരിച്ചയാളിനെ നമ്മൾ ഏതാണ്ട് പോലെയൊക്കെയാണ് ചെയ്യുന്നത്. കെട്ടുകൾ അഴിക്കാൻ ഈശോ ഇപ്പോഴും നമ്മളോടും പറയുന്നുണ്ട്. വരിഞ്ഞ് മുറുക്കി മുഖം വീർപ്പിച്ച് എന്തൊക്കെയോ നമ്മൾ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ ആകാതെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നവരെ പോലെ. ഇപ്പോഴത്തെ മാർപ്പാപ്പ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉത്ഥാനത്തിൻ്റെ സന്തോഷം നമ്മൾ ചിലപ്പോൾ കാണുന്നത് മുറ്റപിടിക്കുന്ന സ്ത്രീയിലായിരിക്കാം, റബ്ബർ വെട്ടുന്ന ജക്ഷനിലായിരിക്കാം, ഒരു രോഗിയെ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളിലായിരിക്കാം. ഉത്ഥാനത്തിൻ്റെ സന്തോഷം നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കണ്ടെത്തണം. വരിഞ്ഞ് കെട്ടി ഇരിക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, ഭയപ്പാടാണ്, ആരൊക്കെയോ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ചിന്തയിലാണ്. അതിൽ നിന്നെല്ലാം മാറണം. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടവകയും റുഹാദഖദീശായുടെ പ്രത്യേക സംരക്ഷണയിലുള്ള ഒരു സമൂഹമാണ്. പ്രവാചകനോട് ദൈവം പറഞ്ഞ കാര്യം നമുക്ക് അത്ഭുതം തോന്നും. അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ അവസ്ഥ ഒരു പബ്ലിക് സിമിറ്റേരി പോലെയായിരുന്നു. ഒരു ജീവനുമില്ല. അവരടിമത്വമെല്ലാം കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ആരും തമ്മിൽ സ്നേഹമില്ലാതെ അസ്ഥിപഞ്ജരം പോലെ ഒട്ടും ഉള്ളിൽ സ്നേഹം ഇല്ലാത്ത രീതിയിൽ അവർ കഴിയുകയാണ്. അസ്ഥികളെ നോക്കുക എന്ന് പറഞ്ഞത് മരിച്ചുപോയവരുടെ അസ്ഥികളെ നോക്കാനല്ല, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ പോലെയാണല്ലോ. ആ ഇസ്രായേൽക്കാരിലേക്ക് നോക്കാനാണ് ദൈവം പറഞ്ഞത്. ഒരു ശ്മശാനം പോലെ ആയിത്തീർന്ന ആ ജനസമൂഹത്തിന് വേണ്ടത് ജീവനാണ്. അവിടെ ആ ചിന്ത ലോകാവസാനം വരെയുള്ള ഏത് വ്യക്തിയെക്കുറിച്ചുമുള്ളതാണ്. നമുക്കൊരു ഡെഡ് ബോഡി പോലെ ജീവനില്ലാതെ ഇരിക്കാൻ വളരെ എളുപ്പമാണ്. ലിവിങ് ടുഗദർ, ഒന്നിച്ച് ജീവിക്കുക, സന്തോഷപ്രദമായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. പ്രവാചകൻ നോക്കി പ്രാർത്ഥിച്ചു, അവർക്ക് ജീവൻ കിട്ടി. ആത്മാവ് അവരിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവിടെ ഒരു ചൈതന്യം ഉണ്ടാകുന്നത്. Their body was alive but separated from God. ആരും മരിച്ചുപോയവരല്ല, എല്ലാവരും ജീവിക്കുന്നുണ്ട്. പക്ഷേ ചൈതന്യമില്ലാത്ത ആളുകളെ പോലെ ഉള്ള വലിയ ഒരു ജനക്കൂട്ടമായിട്ടാണ് ഇസ്രായേൽക്കാരെ കാണാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞത്. പ്രവാചകന്മാർ അതിലേക്കാണ് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ, ശക്തി ഉണ്ടാകുന്നത്, അന്ധകാരം മാറുന്നത്. അവിടെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ചാട്ടം നടത്തി കണ്ടെത്താം എന്നത് ഈശോ ആഗ്രഹിക്കുന്നില്ല. ഏത് കാര്യത്തിലും നമ്മൾ സമയമെടുത്ത് ഒരുങ്ങി ഏത് കാര്യത്തെക്കുറിച്ചും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതാണ്.
നമുക്ക് സഹനങ്ങളുണ്ടാകാം. ആരാണ് അതിന് കാരണക്കാർ? ഇതൊന്നും ദൈവം നമ്മളോട് പറയുന്നില്ല. മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. ആരാണ് നമ്മളെ ഉപദ്രവിച്ചത്? ആരാണ് നമുക്കെതിരെ സംസാരിച്ചത്? ആരാണ് നമുക്കെതിരെ വീഡിയോ ഇട്ടത്? ആരാണ് നമുക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് നടക്കുന്നത്? ആരുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ പറയട്ടെ, കർത്താവ് പറഞ്ഞതാണ്. നമുക്കത് സമചിത്തതയോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ ഒരു ജീവൻ ഉണ്ടാകുന്നത്. 40-ാം വെള്ളിയുടെ ചിന്ത അതാണ്. ലാസറിനെ ഉയർപ്പിച്ചത് വഴി കർത്താവ് മരിച്ച് ഉയർപ്പിക്കപ്പെടുമെന്നും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ആ പുതുജീവൻ, പുനരുദ്ധാരണം ഉണ്ടാകും എന്നുള്ള സത്യമാണ്. 40-ാം വെള്ളി നമ്മൾ ഓർക്കുന്നത് ലാസറിനെ നമ്മൾ കാണുമ്പോൾ ക്രൂശിതനായ ഈശോയെയാണ്. ആ സഹനത്തിൽ പങ്കുപറ്റുന്ന എല്ലാ വിശ്വാസികളെയുമാണ്. നിങ്ങൾ വ്യാസാക്ര നടത്തി ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് ഇവിടെ എത്തി ഈ 40-ാം വെള്ളിയിൽ ലാസറിനെ കുറിച്ച് ബാനയിൽ കേൾക്കുമ്പോൾ, അല്ലെ ഇപ്പോൾ കേൾക്കുമ്പോൾ, ഉത്ഥാനം ചെയ്യുന്ന, സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പീഡാനുഭവ ആഴ്ചയുടെ തൊട്ട് പിറകിലായിട്ട്, ഓശാനയ്ക്ക് പിറകിലായിട്ട് ലാസറിനെ സത്യസഭ കാണുന്നതും മനസ്സിലാക്കുന്നതും. അതൊരു കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റാണ്. അതൊരു ഉത്ഥാനത്തിൻ്റെ ഒരു പ്രീ ടെക്സ്റ്റാണ്. ഉത്ഥാനത്തിൻ്റെ ടെക്സ്റ്റുകൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ പ്രീ ടെക്സ്റ്റായിട്ട്, ഒരു മുന്നാസ്വാദനമായിട്ട്, ഒരു കാറ്റഗറ്റിക്കൽ പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി സുവിശേഷകൻ നൽകിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഇതിനെ കാണുകയും നമ്മളുടെ സഹനങ്ങൾക്ക് ദൈവം ഓടി വന്ന് ഉത്തരം തരികയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സഹനങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം രൂപാന്തരപ്പെടുത്തുന്ന ഉത്ഥാനത്തിൻ്റെ ചിന്തയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തിരുസഭ ഇതുപോലുള്ള പഠനങ്ങൾ നമുക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ സഹിച്ച ഒരു വ്യക്തി പൗലോസാണെന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ പതിറ്റാണ്ടുകൾ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും ഈ 40-ാം വെള്ളി നമുക്ക് നൽകുന്ന സഹനത്തെക്കുറിച്ചുള്ള ചിന്ത ഏറ്റവും ആഴമായ രീതിയിൽ ജീവിതത്തിൽ പകർത്തിയ വ്യക്തി പൗലോസാണ്. അദ്ദേഹം 2 കൊറിന്തോസ് 12:7 ശരീരത്തിൽ ഒരു മുള്ള് എന്ന കാര്യത്തെക്കുറിച്ച് വളരെയേറെ ആകുലപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഭാഗമാണ് 2 കൊറിന്തോസ് 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ സ്കോളോപ്സ് എന്ന വാക്കാണ് മുള്ള് എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരത്തിലുള്ള മുള്ള്, സ്റ്റിമുലോസ് കാർണിഷ് മേ, എൻ്റെ ശരീരത്തിലുള്ള മുള്ള്. പൗലോസിന് അഭിമാനിക്കാൻ വേണ്ടി വന്നാൽ അഹങ്കരിക്കാനും ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു. അനേകം രാജ്യങ്ങളിൽ അദ്ദേഹം ഈശോയുടെ സുവിശേഷം അറിയിച്ചു. അദ്ദേഹം തന്നെ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗത്തിൽ പോയ ആളാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരുവൻ, പ്രതീക്ഷയിലേക്ക് ഉയർത്തപ്പെട്ടവൻ, ഉദ്ധിതനെ നേരിട്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ചവൻ. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാൻ ഒത്തിരി വേറെയും കാര്യമുണ്ട്. എങ്കിലും പിശാചിൻ്റെ ഒരു ദൂതൻ
പൗലോസ് ആഴമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആംഗലോസ് സത്തന എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയും, പിശാചിന്റെ ഒരു ദൂതൻ. അത് പൗലോസിനെ എല്ലാ അർത്ഥത്തിലും വേദനിപ്പിച്ചു. അതിന് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടെത്തി. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം അഹങ്കരിക്കാതിരിക്കുന്നതിന് വേണ്ടി ആണ് ഈ മുള്ള് തന്നിരിക്കുന്നത്. അല്പം പോലും അഹങ്കരിക്കാതിരിക്കാനും ഓരോ അവസരത്തിലും ദൈവത്തോട് ചേർന്നിരിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പറുദീസ കണ്ടവനും ഉദ്ധിതനെ കണ്ടവനും ജീവിച്ചിരുന്നപ്പോൾ സ്വർഗത്തിൽ പോയവനും അതേ അവസ്ഥയിൽ തുടരാൻ വിഷമമാണ്. നമ്മൾ വലിയ സ്ട്രഗിൾ എടുക്കണം. വളരെ വേഗത്തിൽ സാമാന്യം നല്ല ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോയി ഉദ്ധിതനെ കണ്ടു. അല്ലെങ്കിൽ അത്ഭുതകരമായ അനേകം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതിൽ തുടരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളും അങ്ങനെയാണ്. വളരെ ചെറുപ്പത്തിൽ ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാനും സാധ്യമല്ല. മറ്റാർക്കും ലഭിക്കാത്ത അവസരങ്ങൾ കിട്ടുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ പോകും. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തായിരുന്നു പൗലോസിൻ്റെ ഈ വേദന, ഈ മുള്ള്, ഈ സ്കൊളോസ്? വ്യക്തമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അത് രോഗം, കാഴ്ചക്കുറവ്, ശാരീരികമായ പ്രലോഭനങ്ങൾ, പ്രസംഗ തടസ്സം, അപസ്മാരം, വലിപ്പക്കുറവ് തുടങ്ങിയ പൗലോസിൻ്റെ പ്രശ്നങ്ങളാണ്. അങ്ങനെയൊരു മുള്ള് എവിടെ ചെന്നാലും ഇയാൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പറയുമ്പോൾ വെക്കുണ്ട്, കണ്ടാൽ ഒരു എടുപ്പില്ല, തീരെ കൊച്ചാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വേദനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ ഉച്ചിതനെ കണ്ടു. ആ ഒരു ഗ്രേസിൽ ജീവിക്കാനായിട്ട് വലിയ പ്രയാസം തോന്നി. അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന നിരവധിയായ സഹനങ്ങളാണ് ഈ മുള്ള് എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ പ്രഹരങ്ങളേറ്റു, പലതവണ മരണ വക്കിൽ വരെ എത്തി, 5 പ്രാവശ്യം യഹൂദന്മാരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ നിന്നും, കൊള്ളക്കാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, വിജാതിയരിൽ നിന്നും എനിക്ക് അപകടമുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽപ്പെട്ടു. വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനാണ്. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഇത്തരം മുള്ളുകൾ പോരെ, വളരെ കൂടിപ്പോയെന്ന്. ഇതെല്ലാമായിരുന്നു പൗലോസിൻ്റെ മുള്ളുകൾ. എത്ര പോയറ്റിക്കലായിട്ടാണ് അദ്ദേഹം അത് വിവരിക്കുന്നത്. ഈ ലോകത്തിൽ വേറൊരു മനുഷ്യനും നമ്മളെടുക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഇതുപോലെ പരിശുദ്ധ മറിയത്തിൻ്റെ മാഗ്നിഫിക്കാത്ത പോലെയാണ് പൗലോസ് എഴുതിയ ഈ ടെക്സ്റ്റ്. 2 കൊറിന്തോസ് 11:23 മുതലുള്ള ഈ തിരുവചനങ്ങൾ എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ദൈവം അനുഭവിക്കും.
നമുക്ക് അനുവദിക്കും. ഇതെല്ലാം കർത്താവിനോട് പറഞ്ഞ് അപേക്ഷിച്ചിട്ടും ഈശോ എന്താണ് പറഞ്ഞത്? നിനക്കിത് തന്നെ വേണം. അതാണ് കർത്താവ് പറഞ്ഞത്. നിനക്കിത് തന്നെ വേണം. എൻ്റെ വചനം എന്നെ പ്രസംഗിക്കാനായിട്ട് നിനക്കിത് തന്നെ വേണം. നിനക്ക് എൻ്റെ കൃപ മതി. നീ എന്നെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, എൻ്റെ സുവിശേഷമാണ് പറയുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി. അവിടെ തീർന്ന കാര്യമല്ല. പിന്നെ ഒരു കണക്ക് പറച്ചിലിൻ്റെ വിഷയം അവിടെ വരുന്നില്ല. ഈ നാൽപ്പതാംപള്ളിയിലും നമ്മൾ വ്യാസാക്ര നടത്തി ഈശോയുടെ സഹനങ്ങൾ മനസ്സിലേറ്റ് ഇവിടെ നമ്മളെത്തി. ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മൾ അറിയുമ്പോഴും ചിലപ്പോഴൊക്കെ പൗലോസിൻ്റെതിനേക്കാൾ നീണ്ട ലിസ്റ്റ് നമുക്ക് കാണാം. നമ്മൾ 10-25 പറഞ്ഞല്ലോ പൗലോസിൻ്റെ. അതിനേക്കാൾ നീണ്ട നിര നമ്മുടെ മുള്ളുകളുടെ ലിസ്റ്റ് കണ്ടേക്കാം. അതൊന്നും കർത്താവ് പെട്ടെന്ന് അത്ഭുതം ചെയ്ത് തിരുത്താൻ പോകുന്നില്ല. നമ്മളത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മളത് ഉൾക്കൊള്ളുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ മുള്ള് കൊണ്ടു നടക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കോ-ഓപ്പറാത്തോർ, സഹപ്രവർത്തകർ ആവുകയാണ്. സുവിശേഷം ചെണ്ടകസ്റ്റൻ പറയുന്ന പോലെ നമ്മെ നിർബന്ധിക്കുകയാണ്. ദൈവത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരാകണമെങ്കിൽ ഈ മുള്ളുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ യാചിക്കേണ്ടത്. നമുക്ക് വലിയ ആഴ്ചയിൽ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ദൈവം നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. മിശിഹായുടെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ മിശിഹായെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അതാണ് 40-ാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് പോയി ഒരത്ഭുതം ചെയ്ത് ലാസറിന് ഈശോയ്ക്ക് വീട്ടിലെഴുതി ചെയ്യാമായിരുന്നല്ലോ, മരിപ്പിക്കാതിരിക്കാറുണ്ടല്ലോ. ഇതെല്ലാം സംഭവിക്കണം. ഇതെല്ലാം വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞത് കോർ ക്രിസ്റ്റി കോർ പൗളി. ഈശോയുടെ ഹൃദയം പൗലോസിൻ്റെ ഹൃദയം, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തെ പോലെയാണ്. ഇപ്പോൾ പരിശുദ്ധ പിതാവ് തിരുഹൃദയത്തെക്കുറിച്ചുള്ള ആ വലിയ സമ്പന്നമായ പ്രബോധനത്തിലും പഠിപ്പിക്കുന്നതാണ്. തിരുഹൃദയത്തിൽ 4 സുവിശേഷങ്ങളും പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റഡാണ് എന്ന് ഫ്രാൻസിസ് പിതാവ് ദി ലെക്സിറ്റ് നോസ് എന്ന തിരുവഴുത്തിൽ പറയുകയാണ്. തിരുഹൃദയത്തിൽ 4 സുവിശേഷങ്ങളും പൂർണ്ണമായിട്ട് ചേർത്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ സഹനങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അത് ഉള്ളിൽ എടുത്ത് ആത്മീയ വഴികളായിട്ട് കൊണ്ടു നടക്കുന്നതിനൊക്കെ നമുക്ക് സാധിക്കണം. ഞാൻ സമയ പരിമിതി മൂലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 40-ാം വെള്ളി ഈശോയുടെ സഹനത്തെക്കുറിച്ച് ഓർക്കുന്നതിനുള്ള പ്രീ ടെക്സ്റ്റാണ്. ലാസറിൻ്റെ മരണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈശോയുടെ മരണത്തിലാണ്. ലാസറിനെ ഉയർപ്പിച്ചത് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലാണ്. വിശ്വാസികളെ പോലെ നമ്മൾ ജീവിക്കുമ്പോൾ, എമ്മാവൂസുകാരെ പോലെ നമ്മളായിരിക്കുമ്പോൾ ഈശോ കൂട്ടത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കും. ഓരോ അവസരത്തിലും ഈശോ നമുക്ക് ജീവൻ നൽകും. എമ്മാവൂസുകാരുടെ ഒക്കെ നാന്തരം കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റാണ്. തിരുവചനം പറഞ്ഞ് അപ്പം മുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുക്കുകയാണ്. അവർക്കെല്ലാം അറിയാമായിരുന്നു. ഈശോയോട് ഇവർ പറഞ്ഞു കേൾപ്പിച്ചല്ലോ ജെറൂസലത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം. ഈശോയുടെ കല്ലറ ശൂന്യമായിരുന്നു എന്നും അവർക്കറിയാം. പക്ഷേ ഉത്ഥാനത്തിൻ്റെ ഗ്രേസ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. നമുക്കും വേണ്ടത് അതാണ്. എല്ലാ സഹനങ്ങളിലും ഉത്ഥാനത്തിൻ്റെ ഗ്രേസ്
കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ ആത്മീയതയുടെ ഭാഗമാക്കാനും ഒക്കെ സാധിക്കുന്നത്. നിങ്ങളുടെ നൂറുകണക്കിന് ആളുകൾ ഓരോ പ്രദേശത്തു നിന്നും വാർഡിൽ നിന്നും എത്തി പ്രാർത്ഥിച്ച് നമ്മളുടെ സഭയുടെ വലിയൊരു ഒരു ആത്മീയ ഉണർവാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ ഉണർവിൻ്റെ കാരണമായിട്ട് നമ്മളിന്ന് ഈ നവീകരിക്കപ്പെട്ട ഈ ബൃഹത്തായ ഓഡിറ്റോറിയം എല്ലാം പരിശുദ്ധ റൂഹായുടെ നാമത്തിലാണ്. എല്ലാത്തിനും ശക്തി നൽകുന്നത് റൂഹായാണ്. ആ റൂഹായുടെ കത്തി പടരലാണ് ഇവിടെ ഇന്ന് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ, വിശ്വാസികളുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനുവേണ്ടി വലിയ നേതൃത്വം കൊടുത്ത സ്നേഹനിധിയായ വിയാരിച്ചിനെ സ്ഥാനത്ത് നിലയിലച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആധ്യാത്മിക വിചാരങ്ങളും പാസ്റ്ററലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും എല്ലാം ജനറൽ എന്ന നിലയിലും മെഡിസിറ്റിയുടെ MD എന്ന നിലയിലുമെല്ലാം ഞാൻ നൂറുകണക്കിന് ദിവസങ്ങളിൽ നേരിട്ട് കണ്ടും കേട്ടും ഒന്നിച്ചിരുന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു ജപാലകനാണ്. കൂട്ടത്തിലുള്ള ഉച്ചന്മാരെയും എല്ലാം നല്ലപോലെ വളർത്തി വൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും എല്ലാം കേട്ട് തന്നെ ആമ്പത്തിൽ പറഞ്ഞ ആ കേൾവിയിൽ നിന്നാണ് ഇത്രയും നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. പ്രധാനപ്പെട്ട നെല്ലൂക്കിലെ മറ്റു അച്ഛന്മാരും എല്ലാം ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട മദറും സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്. ഞങ്ങളെയും എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ റൂഹായ്ക്ക്, പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.